കേരളത്തിൽ ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ 28-ന് തുടങ്ങും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രാജു അപ്സര കൊച്ചി ക്രൗൺ പ്ലാസയിൽ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. 6 മാസം നീണ്ടുനിൽക്കുന്ന ഫെസ്റ്റിവലിനാണ് തുടക്കം കുറിക്കുന്നത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും GST വകുപ്പും ചേർന്നാണ് ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ നടത്തുന്നത്. ഈ മാസം 28-ന് കൊച്ചി ക്രൗൺ പ്ലാസയിൽ നടക്കുന്ന പരിപാടിയിൽ AR റഹ്മാൻ, നടൻ പൃഥ്വിരാജ് സുകുമാരൻ, സംവിധായകൻ ബ്ലസ്സി, റസൂൽ പൂക്കുട്ടി തുടങ്ങിയവരും പങ്കെടുക്കും. 28-ാം തീയതിയാണ് ഇതിന്റെ ഉദ്ഘാടനം നടത്തപ്പെടുന്നത്. എറണാകുളം ക്രൗൺ പ്ലാസയിൽ വെച്ച് ബഹുമാന്യനായ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. GKCF അംഗങ്ങളായ കച്ചവടക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് റിവാർഡ് പോയിന്റ് ലഭിക്കും. തുടർന്ന് റിവാർഡ് പോയിന്റ്സിന്റെ മൂല്യത്തിനനുസരിച്ച് ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുമെന്നതാണ് ഫെസ്റ്റിവലിന്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ റിവാർഡ് പോയിന്റ് കരസ്ഥമാക്കുന്ന ഉപഭോക്താവിന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇനത്തിൽ 17.5 കിലോ സ്വർണം സമ്മാനമായി നൽകും. 200 കോടിയോളം രൂപ ഈ ഇനത്തിൽ 10 ലക്ഷം പേർക്ക് സമ്മാനമായി കൊടുക്കുകയാണ്. അതിനു പുറമെ കൂടുതൽ പോയിന്റ്സ് ഉള്ള ഈ 6 മാസക്കാലത്തിന് അവസാനം കുറിക്കുന്ന സമയത്ത് കൂടുതൽ പോയിന്റ്സ് ഉള്ള ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് 17.5 കിലോ സ്വർണം, ഒന്നാം സമ്മാനമായി 10 കിലോവും, രണ്ടാം സമ്മാനമായി 5 കിലോയും, മൂന്നാം സമ്മാനമായി 5 പേർക്ക് 1/2 കിലോ വീതം സ്വർണമായിട്ട് 17.5 കിലോ സ്വർണം കൂടെ ഇതിന്റെ പുറമെ. ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ എന്നീ ആഘോഷങ്ങളും 6 മാസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിന്റെ ഭാഗമാകും. 3 ലക്ഷത്തിൽ പരം കച്ചവട സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഫെസ്റ്റിവൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഒലപ്പു എന്ന ആപ്പിലൂടെയാണ് ഈ ആശയം നടപ്പാക്കുന്നത്. ആഗോള വ്യാപാര രംഗത്ത് വന്നിരിക്കുന്ന പുതിയ രീതികളെ തുടർന്ന് ചെറുകിട കച്ചവടക്കാർക്ക് വലിയ നഷ്ടം സംഭവിച്ചു. ഈ സാഹചര്യത്തെ മറികടക്കാനാണ് ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ നടത്തുന്നതെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റിൻ പാലത്ര, ജനറൽ സെക്രട്ടറി രാജൻ ജെ തോപ്പിൽ, വർക്കിംഗ് ജനറൽ സെക്രട്ടറി മൊയ്തു വരമംഗലത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി സിത്രം എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.